സെറ്റ് എല്ലാത്തും ചെയ്യണ്ട. ആ അടിപൊളിയിലെ നല്ലൊരു അടിപൊളി കളറും. ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മണ്ണാർക്കാട് കൊടക്കാട് ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനൊരു ബോർഡ് കണ്ടുട്ടോ. പാവങ്ങളുടെ അത്താണി സെയ്ദ് ഹാമിദ് ആറ്റുകോയത്തങ്ങൾ വീണ്ടും നൂറെ ഹബീബെ സമൂഹ വിവാഹവും 45ാമത് മാസാന്ത മജ്ലിസും, 12 മുസ്ലിം സഹോദരിമാരുടെ നിക്കാഹും 8 ഹൈന്ദവ സഹോദരിമാരുടെ താലികെട്ടും. അതിന് താഴെയായിട്ട് എഴുതിക്കുന്നുണ്ടല്ലേ, ജാതിയോ മതമോ നോക്കാതെ അനാഥരും അഗതികരുമായ 100 മക്കളുടെ സമൂഹ വിവാഹം നടത്താൻ നേതൃത്വം നൽകിയ നൂറെ ഹബീബ് സയ്യിദ് ആറ്റുകോയത്തങ്ങൾ ഇതാ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബോർഡ് കണ്ടോ. അപ്പൊ ആരായാലും വായിച്ചു നോക്കും. അതായത് ഈ ഒരു കല്യാണം 20 പെൺകുട്ടികളുടെ ഈ ഒരു കല്യാണം 92 കുട്ടികളെ പൂർത്തിയാക്കുന്നതാണ്. അതായത് 92 കുട്ടികളെയാണ് നൂറെ ഹബീബ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും വിവാഹം കഴിച്ചു. അപ്പോൾ വിവാഹത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കുവാൻ പോകുന്ന ടീമാണ് കേട്ടോ അത്. 20 പെൺകുട്ടികൾക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ തന്നെയാലും 4-5 പവനാണ് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മക്കൾക്കും അതുപോലെ തന്നെ. അങ്ങനെ ഇതാ മണ്ണാർക്കാട് സാമിയ സിൽക്സിലേക്കാണ് കേട്ടോ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഹിന്ദു സഹോദരിമാരുടെ മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ മുസ്ലിംസിന്റെയും കുടുംബങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന പോലെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാട്ടോ. അത് തന്നെ വലിയൊരു സംഭവം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് ഫ്രീ ആണ് കേട്ടോ. 5 പൈസ ഇവരോട് വാങ്ങാതെയാണ് ഇവർക്കുള്ള സ്വർണം, ഡ്രസ്സ് മുതലായവയെല്ലാം എടുത്തു കൊടുക്കുന്നത്. 92 കുട്ടികൾക്കാണ് ഇതുവരെ ഈ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 2 മാസം കഴിഞ്ഞാൽ ഇനിയും അടുത്ത 20-25 കുട്ടികൾ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് ഇവരെല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും സാധാരണ രീതിയിലൊരു മെറൂൺ കളർ ഡ്രസ്സാണല്ലോ. ഇപ്രാവശ്യം ഒരു പിങ്ക് കളറിൽ ആക്കാമെന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഇഷ്ടമുള്ളത് മക്കൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ചാണ് കേട്ടോ ഇവിടെ എടുത്തു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ മക്കൾക്കൊക്കെ ഹിന്ദു സഹോദരിമാർക്കൊക്കെ അവർക്ക് സാരി ആയിരിക്കുമല്ലോ കല്യാണത്തിന് സാധാരണ. മുസ്ലിംസ് ആണെങ്കിൽ ലെഹങ്ക അങ്ങനെ ആയിരിക്കുമല്ലോ ചൂസ് ചെയ്യണത്. അപ്പൊ എന്തൊക്കെ തന്നെയല്ലേ എല്ലാവരും ടെക്സ്റ്റൈൽസിലേക്ക് ഇതാ കയറി പോവുകയാണ്. നമ്മൾ സാധാരണ ഒരു പെൺകുട്ടിക്കൊക്കെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമല്ലോ. ഇത് പക്ഷെ 20 ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് പോവാന്ന് പറയുമ്പോൾ ആ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. ഇപ്പൊ സംഭവം നല്ല അടിപൊളിയായിട്ട് തോന്നി. എല്ലാവരും ഒരേ മനസ്സോടു കൂടി അതെ നവംബർ 30 മണവാട്ടിയായി ഒരുങ്ങി നിൽക്കുവാനുള്ള ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പോകുന്നത്. അങ്ങനെ മണവാട്ടികളെ എല്ലാം വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇരുപത് മണവാട്ടികളുമായി ഒരു ടെക്സ്റ്റൈൽസ് കയറി ചെല്ലുമ്പോൾ അവർക്ക് തന്നെ ഒരു പ്രത്യേക ഒരു സ്വീകരണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 20 മണവാട്ടികൾക്കുള്ള ഡ്രസ്സിന്റെ സെറ്റൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. അങ്ങനെ ഇതാ ഇവിടെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു കഴിഞ്ഞ് വെഡ്ഡിങ് ഗാലറി. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അല്ലേ. കാരണം ഒരുപാട് സാരി സെക്ഷൻ ആണെങ്കിൽ അതുണ്ട്, അതുപോലെ ലെഹങ്കാസ് ആ ഭാഗത്താണുള്ളത്. അപ്പൊ ഈ മുസ്ലിംസ് പെൺകുട്ടികൾക്കൊക്കെ ഈ മോഡലിലുള്ള ഡ്രസ്സാണ് കേട്ടോ എടുക്കുന്നത്. ഇതാ ഈ രീതിയിലുള്ള ലെഹങ്ക യൂസ് ചെയ്യാനും സുഖമായിരിക്കും. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറ് അവരോടൊക്കെ ചോദിച്ചിട്ട് തന്നെ കേട്ടോ ഇത് സെലക്ട് ചെയ്യുന്നത്. കാരണം പിന്നെ സമൂഹ വിവാഹം ആയതുകൊണ്ട് തന്നെ ഒരുപോലത്തെ ഡ്രസ്സ് എല്ലാവർക്കും എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു ഭംഗി. അപ്പൊ ഇഷ്ടമുള്ള കളക്ഷൻസ് അവിടെ മുകളിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഇവര് ഒരുപാട് ലെഹങ്കയുടെ വെറൈറ്റി കളക്ഷൻസ്, ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇഷ്ടംപോലെ മോഡൽസ് ഇങ്ങനെ എന്താ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം നമുക്കൊരു 12 വേണം ഇതുപോലത്തെ. ഇതിൽ ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്, ഏത് കളർ ചൂസ് ചെയ്യാട്ടോ. പക്ഷെ ഈ ഒരു കളറാണ് എല്ലാവർക്കും ഒരുപോലെ എടുക്കാന്ന് പ്ലാൻ ചെയ്തത്. അപ്പൊ എന്തൊക്കെ തന്നെ ആയാലും ഇതാ നല്ല നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉള്ളൂ, ഒരുപോലത്തെ നല്ല കുറഞ്ഞ വർക്കുകൾ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹിന്ദുസിനുള്ളത് ആ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് സാരി കളക്ഷൻസ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർ അവരുടെ ഫാമിലിയും കൂടെ ഒക്കെ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ സെലക്ട് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. അവരുടെ ഇഷ്ടം, കാരണം അവരുടെ സന്തോഷമാണല്ലോ വലുത്.
അപ്പോഴത്തെ ഇവിടെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് വരുന്നുട്ടോ. എന്ത് രസാലേ കാണാനതൊക്കെ. നല്ല എല്ലാം ഒന്നിനൊന്ന് മെച്ചം, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സംഭവം ഞാൻ പറഞ്ഞല്ലോ, സാമിയ ടെക്സ്റ്റൈൽസ്. സാധാരണത്തെ രീതിയിൽ ഇവിടെ നിന്ന് തന്നെയാണ് സാധാരണ ഡ്രസ്സ് എടുക്കലെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും ഈ ഒരു കാഴ്ച ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നിട്ടോ. കാരണം പാവപ്പെട്ട ഒരുപാട് മക്കള്, അതായത് അവരുടെ ഉപ്പാക്ക് കഴിവില്ല, പലരുടെയും ഉപ്പ മരണപ്പെട്ടതാണ്, പലർക്കും കഴിവില്ല, അതെ അസുഖം ബാധിച്ച് കിടക്കുകയാണ്. അവർക്കൊക്കെ ഇങ്ങനൊരു രീതിയിൽ, അതും ഒരു കല്യാണത്തിന് ചെലവും അതുപോലെ കല്യാണത്തിനുള്ള ഗോൾഡും സ്വർണം അതുപോലെ ഡ്രസ്സും എല്ലാം കിട്ടുക എന്ന് പറയുമ്പോൾ ആർക്കായാലും ഒരു സന്തോഷമുള്ള കാര്യമില്ലേ. ഉള്ള ആളുകളുടെ കാര്യമില്ല കേട്ടോ, ഇല്ലാത്ത ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. അതെ, അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവർക്കൊക്കെ ഇവിടുത്തെ തങ്ങളുപ്പ എന്തൊക്കെ തന്നെയായാലും നല്ലൊരു മംഗല്യഭാഗ്യം ഒരുക്കി കൊടുക്കുകയാണല്ലോ. ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ അതുപോലെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നം കൊണ്ട് കല്യാണം നടക്കൂലല്ലോ. എങ്ങനെ കെട്ടിക്കും മക്കളെ എന്ന് ഓർത്ത് എന്നാൽ അവരൊക്കെ ഏറ്റെടുത്തിട്ട് ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. സമൂഹ വിവാഹം ഇപ്പോൾ 92 കുട്ടികളെയാണ് ഇപ്പോൾ ഇതാ ഇവരെയും കൂട്ടി കെട്ടിക്കണത്. എന്നാലും അതിനു മുമ്പൊക്കെ 5 പവന് സ്വർണ്ണാഭരണം, അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഇവർക്ക് സൗജന്യമായി കൊടുക്കുകയാണല്ലോ. എന്തായാലും നല്ലൊരു കാര്യം തന്നെ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ എന്ത് ഭംഗിയാ റബ്ബേ കാണാൻ. ഇതിൻ്റെ ഒരു അടിപൊളി കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിത്. പ്രത്യേക ഒരു ഭംഗി കേട്ടോ, അതിൻ്റെ ഒരു വർക്കും അതുപോലെ ഈ ഒരു കളറും കണ്ടില്ലേ, എന്താ രസമല്ലേ, അടിപൊളി മാഷാ അല്ലാ. എത്രമാത്രം ഭംഗി. ശരിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ 5ന്റെ മുകളിലൊക്കെ ഉണ്ട് വരുന്നത്. 5, 6 എന്നൊക്കെ ലെവൽക്ക് തന്നെയാണ് ഇതൊക്കെ വരുന്നത്. കാരണം അത്ര മനോഹരമായിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ കല്യാണത്തിന് തന്നെ വേറൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ കല്യാണത്തിന് ഇപ്പോൾ സാധാരണത്തെ രീതിയിൽ നമ്മളെന്നല്ല പല ആളുകളും കല്യാണത്തിന് വരെ മറ്റുള്ളവരെ പഴയ ഡ്രസ്സുകൾ ഇട്ട് വരുന്ന രീതിയുണ്ട്. അത് എത്ര പണക്കാരാണെങ്കിലും കേട്ടോ, ഇതൊക്കെ എത്ര ഭംഗി അല്ലേ. അപ്പോൾ എത്ര പണക്കാരാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു സംഭവമാണിത്. കല്യാണത്തിൻ്റെ അന്ന് മറ്റൊരാളുടെ വാടക വസ്ത്രം, അധികം നമ്മുടെ ഈ ഷോപ്പുകളിൽ നിന്ന് ഈ ബ്രൈഡലിൻ്റെ ഷോപ്പ് ഉണ്ടാവും, അവിടുന്ന് വാടകക്ക് എടുത്തിട്ട് വാടക ആഭരണങ്ങൾ, വാടക ഡ്രസ്സ്, അതാണ് സ്വാഭാവികമായിട്ടും അധികം ആളുകൾ ഇപ്പോൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടുത്തെ തങ്ങളുപ്പെന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. എല്ലാ മക്കൾക്കും പുതിയ രീതിയിലുള്ള പുതിയ ആഭരണങ്ങളും പുതിയ ഡ്രസ്സും, ഒരാൾ പോലും ഉപയോഗിക്കാത്തത്. കല്യാണം എന്ന് വെച്ചാൽ ഒരു ദിവസമല്ലേ ഉള്ളൂ, അത് ഒരാളെ പഴയതിട്ടിട്ട് വേണോ? അതെ, ശരിക്കും എല്ലാവർക്കും പുതിയ ഡ്രസ്സ്. പക്ഷെ ഇതിനിടയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് കണ്ടിരുന്നു, അതായത് എല്ലാ വർഷവും ഇതന്നെയാണോ ഡ്രസ്സ്, എല്ലാ പ്രാവശ്യവും എല്ലാ മക്കൾക്കും ഇതന്നെയാണോ, അതന്നെ പഴയ തന്നെ എടുക്കുകയാണോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ കണ്ട ഒരു കാഴ്ച കണ്ടപ്പോഴാണ് ശരിക്കും ബോധ്യമായത്. കാരണം പലർക്കും ഒരു ഡൗട്ട്സ് ഉണ്ടാവും, ഇതിപ്പോൾ എങ്ങനെയാണ്, അതന്നെയാണോ, അതേ കളറൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇത് ശരിക്കും നല്ല പുത്തൻ ഡ്രസ്സുകൾ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ്, ഏകദേശം 2 ആഴ്ചയാണ് കല്യാണത്തിനുള്ളത്. ഈ 2 ആഴ്ച മുമ്പ് തന്നെ മക്കൾക്ക് സെലക്ട് ചെയ്ത് എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ തയ്പ്പിക്കാനുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ള സമയം കൂടി കണക്കിലാക്കിയിട്ടുണ്ട് 2 ആഴ്ച മുമ്പ് എടുത്തത്. അങ്ങനെ എല്ലാ മക്കൾക്കും വെച്ച് നോക്കണം ഡ്രസ്സ് എങ്ങനെയുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണോ കളറാണോ ഒക്കെ നോക്കിയിട്ടാണ് എല്ലാം സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, ഇതിപ്പോൾ 12 അങ്ങനത്തെ ലെഹങ്കാസ്, ഈ പിങ്ക്, നല്ല ഡാർക്ക് പിങ്ക്, നല്ലൊരു അടിപൊളി നമ്മളെ റോസാപ്പൂ ഉണ്ടാവില്ല, ആ ഒരു റോസാപ്പൂവിൻ്റെ കളറാണ് കേട്ടോ വരുന്നത്. പിന്നെ എല്ലാ കളേഴ്സും ഉണ്ട്. പക്ഷേ ഇതാകുമ്പോൾ ഒന്ന് പ്രത്യേകം ഒന്നും കൂടി കല്യാണത്തിനൊക്കെ ആകുമ്പോൾ ഒരു ഉതിപ്പുള്ളതൊക്കെ ആയിരിക്കും അധികം ആൾക്കാർക്കും ഇഷ്ടം. നല്ലൊരു ലുക്ക് കിട്ടണമെങ്കിൽ അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങി എന്ത് രസമായിരിക്കുന്നോ ഇതൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ 12 മണവാട്ടികൾക്കുള്ളതും സെലക്ട് ചെയ്ത് കൊണ്ടേയിരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പുറത്തുണ്ടിട്ട് സാരി സെലക്ട് ചെയ്യണേ, നമുക്ക് അപ്പുറത്ത് കൂടി പോയി നോക്കണം. എന്തൊക്കെ തന്നെയായാലും അടിപൊളിയായിട്ടുള്ള ലെഹങ്കകളുടെ സെറ്റുകൾ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികൾക്ക് ഷാൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ മാറ്റിയെടുക്കണൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഷാളും അതിൻ്റെ വർക്കിനനുസരിച്ചൊക്കെ ആകുമ്പോഴാണല്ലോ നല്ല ഭംഗി. ഇത് കണ്ടില്ല, ഇതൊക്കെ നല്ലൊരു പ്രത്യേക ഒരു വൈറ്റ് ഡിസൈനിൽ വരുന്നത്, അതുപോലെ അതൊരു ഗോൾഡൻ കളർ ഡിസൈനിൽ വരുന്നത്. അങ്ങനെ ഒരുപാട് എല്ലാവരും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട, എല്ലാവർക്കും ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. സെറ്റ് ചെയ്തിട്ട് ഭംഗിയുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ ഇഷ്ടം. മക്കൾക്ക് സന്തോഷമുള്ള ദിവസമല്ലേ കല്യാണം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ദിവസം മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ
ഡ്രസ്സെല്ലാം കളക്ട് ചെയ്ത് അവർ തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്ത് അതാണ് പ്ലാനിങ് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കുകയാണ്. എല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്കുള്ള ലൈനിങ് കാര്യങ്ങൾ ആ സംഭവങ്ങളൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികളെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇട്ട് സെറ്റാക്കി നോക്കുക. നമുക്ക് ലാസ്റ്റ് ഇൻഷാല്ലാ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ കാണാം. അപ്പോൾ അത് ഒരുപാട് കുട്ടികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കനുസരിച്ച് അതിൻ്റെതായ രീതിയിൽ റെഡിയാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് അവരുടെ രീതിയിൽ തയ്ക്കാനൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെ ഇതാ എല്ലാവരും ഓരോ ഡ്രസ്സ് ഐറ്റംസൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് നല്ല മനോഹരമായ ഡ്രസ്സുകൾ കേട്ടോ ഒക്കെ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനാണ്. ഐ ലവ് മണ്ണാർക്കാട് സാമിയ സിൽക്സ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഒരു ബോർഡ് കാണണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് സാരിയുടെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, നമ്മുടെ ഹിന്ദു സഹോദരിമാരുടെ ഡ്രസ്സുകൾ എടുക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ അവിടെ നല്ല തിരക്കാണ് ഡ്രസ്സ് എടുക്കുന്നത്. ഒരു ടീംസ് തന്നെ 8 സഹോദരിമാരുണ്ട് കേട്ടോ. 8 കുട്ടികളുടെ കല്യാണമാണ് ഇവരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല വർക്കും ഒരുപാട് ഇടുള്ളതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഈ ടൈപ്സിലുള്ളത് മതി എന്നാണ് പറഞ്ഞത്. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് അത്ര വലിയൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് നല്ല ഐഡിയ ഉണ്ടാവുമല്ലോ ഏത് രീതിയിലുള്ള സാരിയാണ് അവർക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ. വേറെ അപ്പുറത്ത് കുറച്ചും കൂടി നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസിലുള്ളത് കണ്ടു കേട്ടോ. പക്ഷെ അത് വേണ്ട, ഈ ടൈപ്സിലുള്ള സാരി മതി എന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം നല്ല ഒതുങ്ങി നിൽക്കും ചെയ്യും, എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും ആ ടൈപ്സിലുള്ള സാരികൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപോലെ കളറുള്ള പട്ട് സാരിയിൽ സുന്ദരി മണവാട്ടികളായി അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ സെലക്ട് ചെയ്യാൻ കേട്ടോ. നല്ല രസമാണ് സെലക്ട് ചെയ്യുന്നത് കാണാൻ. കൈ കൊടുത്തു അപ്പൊ ഈ ടെക്സ്റ്റൈൽസിൽ ഒരു അതിഥി കൂടി ഉണ്ട് കേട്ടോ. പാലക്കാടൻ ഫാമിലി എന്ന അറിയപ്പെടുന്ന അവളെ യൂട്യൂബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മറ്റേപ്പോയി തങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വിമർശിക്കുന്ന തങ്ങളുപ്പാപ്പ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ചെയ്യുന്ന മജ്‌ലിസുകളെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓരോ കുടുംബത്തിൻ്റെയും സന്തോഷ നിമിഷങ്ങളായ ഒന്നാണല്ലോ ഈ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിവാഹത്തിൽ എത്രയോ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ജാതി മതം നോക്കാതെ തങ്ങളുപ്പാപ്പ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നത് നോക്കൂ, 8 മക്കളാണ്. 8 ഹിന്ദു മത വിശ്വാസിയായ ഹിന്ദുക്കളാണ്. അവരാണ് അവിടെ സാരി എടുക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇത് ഒരു പ്രമോഷനല്ല. ഇത് ഞാൻ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നത് തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെയൊക്കെ പരിസരത്തുള്ള ഒരു കുട്ടിയും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് തന്നെ. അല്ലാതെ ഒരു പ്രമോഷനോ ഒരു പ്രൊമോട്ടോ അല്ല. നല്ലത് ചെയ്യുന്നത് നല്ലതെന്ന് പറയും. 20 കുടുംബങ്ങൾക്ക് ഒരു സന്തോഷമാണ് ഈ വരുന്ന 30-ാം തീയതി. ശരിക്കും നമ്മുടെ കല്യാണത്തിൻ്റെ ആഘോഷ രാവ് തന്നെയാണ് ആ കുടുംബങ്ങൾക്ക്. ഇന്ന് അവർക്ക് ഒന്നിനും അതായത് ഒരു കല്യാണം നടത്തുന്ന എന്തെല്ലാം ചിലവുകൾ വേണം. ആ ചിലവിനൊന്നും അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ശരിക്കും അത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്ന ആളുകളാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവള് പറയുന്നത് നന്മ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ നല്ല കാര്യമല്ല. ആരെക്കൊണ്ടും ചെയ്യാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഇല്ല. ആരും വിമർശിക്കണം, ആരും ഒരു കുട്ടിയെ കെട്ടിക്കാൻ ഏറ്റെടുക്കുക ഒന്നും ചെയ്യണില്ല അല്ലേ. അവർ വെറുതെ പറയാന്നല്ലാതെ. പക്ഷേ 100ഓളം കുട്ടികളാണ് ഇപ്പോൾ 5ഉം 6ഉം പവനും കൊടുത്ത് കെട്ടിക്കണത്. എന്തൊക്കെ തന്നെയായാലും നമുക്ക് ബാക്കി കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ധന്യ എന്ന് പറഞ്ഞ അവളുടെ ഒരു അയൽവാസി കുട്ടി കൂടി ഉണ്ട് എന്നാ പറഞ്ഞത് ഈ ഒരു മണവാട്ടിയാകുന്ന കൂട്ടത്തില്. അപ്പോൾ ആ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനും കൂടി വന്ന കൂട്ടത്തിലാണ് ധന്യയും ഇവിടെ പെട്ടത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവൾ ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കാരണം അവൾ പറഞ്ഞു നമ്മൾ ആരെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവൾ പറയുന്നത്. കാരണം ഇത്രയൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ കഴിയണം, ഒരു കുട്ടിക്കും ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മുടെ ഇതാ മുസ്ലിംസ് മണവാട്ടികളൊക്കെ ഇതാ ഇവിടെ ജസ്റ്റ് ആ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റായി ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ,
ഇതാണ് എല്ലാവരുടെയും ഒരു ഫൈനൽ ലുക്കല്ല, ജസ്റ്റ് ഒന്ന് എല്ലാവരും ഇട്ട് ഡ്രസ്സുകൾ കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സെലക്ട് ചെയ്ത ഡ്രസ്സുകളാണ് ഇതെല്ലാം. ചെറിയ രീതിയിലുള്ള വർക്ക്സിന് മാറ്റങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അവനവനക്ക് ഇഷ്ടപ്പെട്ടതാണ് എല്ലാവരും സെലക്ട് ചെയ്തിട്ടുള്ളത്. അതെ, പുതുമണവാട്ടികളായി അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടായിരിക്കും 30-ാം തീയതി അവർ കല്യാണപ്പന്തലിൽ എത്തുക. അപ്പോൾ എന്തൊക്കെ തന്നെയാലും എല്ലാവരും നവംബർ 30-ന് വന്നാൽ ഈ ഒരു കുട്ടികളുടെ മനോഹരമായ ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ടുള്ള കാഴ്ച കാണാൻ കഴിയും. അപ്പോൾ നവംബർ 30-ന് മേലെ കൊടക്കാട് 9 മണിക്കൊക്കെ മണവാട്ടികൾ എത്തും. കുറച്ച് നേരത്തെ എത്തും, 10 മണിക്കോ 9 മണിക്കൊക്കെ നിക്കാഹ് എന്ന് പറഞ്ഞത്. അപ്പോൾ 20 മണവാട്ടികളും 20 മണവാളന്മാരും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മുടെ മക്കളൊക്കെ ഇതാ പല സ്ഥലത്തു നിന്നുണ്ട് കേട്ടോ. കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ ഗൂഡല്ലൂർ, അങ്ങനെ പല പല സ്ഥലത്തു നിന്ന് പല ഭാഷ വെച്ചാൽ കേരളത്തിന് തന്നെ പല പല ഭാഷകൾ സംസാരിക്കുന്ന പല പെൺകുട്ടികളുണ്ട് കേട്ടോ. ഒക്കെ 18 വയസ്സ് മുതൽ തുടങ്ങുന്ന കുട്ടികളാണ് ഉള്ളത്, ചെറിയ മക്കളാണ് കേട്ടോ. ഏതായാലും ഇവരിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. പക്ഷെ ഓരോരുത്തരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കുമ്പോഴേ, ഓരോരുത്തരും കുട്ടികളെ കുറിച്ച് ചോദിച്ചാൽ അവരുടെ വീട്ടിലത്തെ അവസ്ഥ ഒക്കെ ഇങ്ങോട്ട് അറിയുമ്പോൾ റബ്ബേ പഠിച്ചാൽ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും, ആ രീതിയിലുള്ളത്. കാരണം പലർക്കും ഉപ്പമാർക്ക് സുഖമല്ല, ഉമ്മമാർ പണിക്ക് തൊഴിലുറപ്പിന് പോയിട്ട് വരെ ആണ് ഇവർ ജീവിക്കുന്നത്. ഉമ്മ തൊഴിലുറപ്പിന് പോയിട്ട് ഒക്കെ മക്കളെ കെട്ടിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യം. അതുമല്ല, ഈ ഒരു സ്വർണത്തിന് ഇത്രയധികം ക്യാഷ് കൂടിയ ഈ ഒരു സമയത്ത്, അതായത് 1 പവന് 1 ലക്ഷമാണ്, 1 ലക്ഷത്തിന് പുറത്താണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ വാങ്ങണം? ഇതിപ്പോൾ തങ്ങളിപ്പോൾ 3-4 പവനെ ആയാലും തന്നെ എത്ര ലക്ഷമായി ആ ഒരു ഗോൾഡിന് തന്നെ. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി ചെയ്ത് കൊടുക്കണം. അത് മക്കളുടെ ഇഷ്ടമാണ് നോക്കണത്, മക്കളുടെ ഇഷ്ടത്തിന് അവരുടെ സന്തോഷം ആണ് നമുക്ക് വലുതെന്ന് പറഞ്ഞിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്യണത്. ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതുപോലത്തെ നല്ലത് കാണുവാനും ചെയ്യുവാനും ഒരാളും മുന്നോട്ട് വരില്ല അല്ലേ. എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ വിമർശിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അസ്സലാമലൈക്കും, എൻ്റെ പേര് ഫർഷാന. നൂറെ ഹബീബ് തങ്ങളുടെ സദസ്സിൽ വെച്ച് ഞങ്ങൾ നിക്കാഹാണ്. മേലെ കൊടക്കാടിലാണ് നിക്കാഹ്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. എല്ലാവരും നിക്കാഹിന് 30-ാം തീയതി വരിക മേലെ കൊടക്കാടത്ത്. അസ്സലാമലൈക്കും. ആ മക്കളൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ എല്ലാവരും ക്ഷണിക്കണത്. എല്ലാവരും കല്യാണത്തിന് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. എവിടുന്നാണ്? ആലിപ്പറമ്പോ. എൻ്റെ പേര് സന, ഞാൻ കണ്ണൂർ. എൻ്റെ പേര് ഷഹാന, ഞാൻ കൊല്ലം. എൻ്റെ പേര് നിഷാന, മേലാറ്റൂർ. എൻ്റെ പേര് ഫർഷാന, സ്ഥലം തുറപ്പള്ളി. എൻ്റെ പേര് റിസാനത്ത്, സ്ഥലം ദേശമംഗലമുണ്ട്. എൻ്റെ പേര് ആഷിത, കാസർഗോഡ്. എൻ്റെ പേര് വർഷാന, സ്ഥലം പത്തനംതിട്ട. എൻ്റെ പേര് അൽഫിയ, ഞാൻ കണ്ണൂർ. എൻ്റെ പേര് സാക്കായ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഉണ്ട് നമ്മുടെ മണവാട്ടികൾ. അപ്പോൾ എല്ലാവരും 20 മണവാട്ടികളുണ്ട്. കുറച്ച് മറ്റേ മണവാട്ടികൾ അവിടെ സാരിയാണ്, സാരിയുടെ സെക്ഷനിലാണ്. മുസ്ലിംസൊക്കെ ഇതുപോലുള്ള ലെഹങ്കാസാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരിനി സാരിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഇൻഷാ അല്ലാ അത് കഴിഞ്ഞിട്ട് അവരും വരും കേട്ടോ. അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വരിക, പങ്കെടുക്കുക, ദുആ ചെയ്യാം. അതിനെ നല്ല അടിപൊളിയിൽ ആ സദസ്സിൽ നിറഞ്ഞ് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ സന്തോഷം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും. ഇവരുടെയൊക്കെ സന്തോഷമല്ലേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇത്രയും കുട്ടികളുടെ സന്തോഷത്തിന് ഞാനും ഇതിലൊരു പങ്കാളിയാവണമെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കും അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാരി അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്, അവർ ഇതുപോലെ സെറ്റ് ചെയ്ത് നിൽക്കണോ ആ കാഴ്ച ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മുടെ മണവാട്ടികളൊക്കെ ഡ്രസ്സൊക്കെ വെച്ച് നോക്കിയപ്പോൾ അവർക്കൊക്കെ നല്ല ചേർച്ചയുണ്ട് കേട്ടോ. എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് എടുത്തത്. ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല, അവരിഷ്ടപ്പെട്ട് തന്നെയാണ് അവിടെ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്തത്. പിന്നെ ഒരുപോലുള്ള മണവാട്ടികളാകുമ്പോൾ ഒരു പിങ്ക് കളറിൽ സാരി ആയാലും പിങ്ക് കളറിൽ ലെഹങ്ക ആയാലും ഒരുപോലെ അതിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ കളർ ചൂസ് ചെയ്തത് കേട്ടോ. എന്തൊക്കെ തന്നെയായാലും മാഷാ അല്ലാ അടിപൊളിയായിട്ട് എല്ലാവരും മക്കൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ബാക്കി എന്തൊക്കെ സാധനങ്ങൾ, ഇന്നർവേഴ്സ് കാര്യങ്ങൾ അതൊക്കെ എടുക്കുവാനുള്ള തിരക്കിലൊക്കെയാണ് കേട്ടോ എല്ലാവരും. അപ്പം നമ്മുടെ ലെഹങ്ക ടീമൊക്കെ ഇതാ ഡ്രസ്സുകളൊക്കെ എടുത്ത് മുകളിലേക്ക് പോവുകയാണ്. ഇനി അവർക്ക് എന്തൊക്കെയോ ഒന്ന് ചെയ്യാൻ അതിനൊക്കെ ബാക്കിയുള്ള ഇന്നറോ കാര്യങ്ങൾ അതുപോലെ ലൈനിങ്സ് അങ്ങനത്തെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവരിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 12 മക്കളുടെ ലെഹങ്കയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ.
അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വിമർശനങ്ങൾ മാത്രമാണല്ലോ ഈ ഒരു നൂറെ ഹബീബ തങ്ങൾക്കുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊന്നും ആരും കാണില്ല. പക്ഷെ നമ്മൾക്കല്ല, പാവപ്പെട്ട, അതായത് ഒന്നിനും വകയില്ലാത്ത മക്കൾക്ക് അവരുടെ ഒരു ജീവിതത്തിനൊക്കെ വേണ്ടി ഇദ്ദേഹം ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം കേട്ടോ. ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തെന്നറിയില്ല, ഇത് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് 5 കുട്ടികളെ മക്കളുടെ കല്യാണമായിരുന്നു, പിന്നെ 10ആയി, 15ആയി, 20ആയി, അങ്ങനെ 22, അങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. ഇനി ഇതാ നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് 2.5 മാസം കഴിഞ്ഞാൽ അടുത്ത കല്യാണം വീണ്ടും. അപ്പോഴേക്കും ബുക്കിംഗ് ആണ്. ഓരോ കുട്ടികൾ പെട്ടെന്ന് തങ്ങളോട് പറഞ്ഞാൽ തങ്ങൾ സ്വീകരിക്കുമല്ലോ, ഒരുപാട് പാവപ്പെട്ട കുട്ടികളുടെ ഒക്കെ. അപ്പോൾ ഇത് സാരിയുടെ കളക്ഷൻസ് ഇവിടെ കുറച്ച് കാണട്ടോ. ഈ ടൈപ്സിലുള്ള സാരികൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ മുസ്ലിം സഹോദരിമാർ പറഞ്ഞത് ഈ ടൈപ്സിലുള്ളത് വേണ്ട, അവരെടുക്കുന്നത് വേറെ ടൈപ്സിലുള്ളതാണ് കേട്ടോ. ഇതവിടെ ഈ ടൈപ്സിലുള്ള നല്ല ഒതുക്കത്തിൽ കിട്ടുന്ന സാരിയാണ് അവർ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് സാരി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവരും. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കണ്ടില്ല, നല്ല രീതിയിൽ ഞൊറിഞ്ഞെടുത്ത് അവർക്ക് പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവരത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇതാ അവർക്ക് അണിഞ്ഞ് സെറ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ. ഇവരെല്ലാത്തിനും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. എല്ലാവർക്കും എല്ലാം ചെയ്ത് കൊടുത്ത് ഈ ടെക്സ്റ്റൈൽസിലത്തെ എല്ലാ സ്റ്റാഫും തന്നെ ഒരുപാട് നല്ല രീതിയിൽ കസ്റ്റമറോട് നല്ല രീതിയിൽ സ്വഭാവം കാണിക്കുന്നവരായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാ വർഷങ്ങളിലല്ല, ഒരു വർഷത്തിൽ എത്ര 2-3 കല്യാണമൊക്കെ ഉണ്ടാവില്ല, ആ കല്യാണത്തിനൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. കഴിഞ്ഞ കല്യാണങ്ങളിലൊക്കെ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും ഒരു പക്ഷേ എടുത്തത്. വലിയ ടെക്സ്റ്റൈൽസ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ നിസ്കരിക്കാനുള്ള സൗകര്യം അതൊക്കെ മുകളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വരുന്നവർക്ക് ലേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ചായ, വെള്ളം, അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ തന്നെയായാലും ഇവര് സാരിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ സഹോദരിമാരുടെ ഡ്രസ്സൊക്കെ ഇവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 4 കളർ ഏകദേശം ഒരുപോലത്തെ സാരിയാണ്. ബാക്കി 4 ചെറിയൊരു വെറൈറ്റി വേറൊരു പിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരുപോലത്തെ ആവുമ്പോഴാണല്ലോ ഒന്നുകൂടി ഭംഗി. ഇത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഇടത് ഭാഗത്തുള്ളത്. ആ ഫസ്റ്റുള്ളത് വേറെ ഒന്നും കൂടെ പിങ്ക് ഒരു മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഈ കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മറ്റ് 2-3 കളേഴ്സ് കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സാരി തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസിൽ ഇല്ല എങ്കിലും അവർ എങ്ങനെയെങ്കിലും എത്തിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മക്കളുടെ ഇഷ്ടം സന്തോഷമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ അതാണ് കൊടുക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ ചോദിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ അപ്പോൾ എല്ലാവരും സമ്മതം പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും എനിക്കൊക്കെ തോന്നുന്ന ഈ ഒരു സെക്ഷനേക്കാളും ഒന്നുകൂടെ ഒരു ഭംഗി ആ ഒരു ഭാഗത്തുള്ള സാരിക്കാണെന്ന് തോന്നിട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലത്തെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലുള്ള സാരി, ഇത് ഒരു കുറഞ്ഞൊരു ഓറഞ്ച് കളർ പോലത്തെ ഒരു സാരി, ഇത് കുറച്ചും കൂടെ ഒരു പിങ്ക് വേറൊരു വെറൈറ്റി അല്ലേ. അപ്പോൾ ആ ഭാഗത്തുള്ളല്ലോ ഒന്നും കൂടി ഒരു ഭംഗി. അപ്പോൾ അതിനനുസരിച്ചുള്ള സാരി തന്നെ ഇവർക്കും സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും അത് മറ്റൊരു ടെക്സ്റ്റൈൽസിൽ നിന്ന് എത്തിച്ച് തരാം എന്നാണ് പറയുന്നത് അവർ. കാരണം ഇഷ്ടമില്ലാത്ത രീതിയിൽ ഡ്രസ്സ് നമ്മുടെ കല്യാണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ കല്യാണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമല്ലല്ലോ, അത് അധികം മനോഹരമായി നമ്മൾ സന്തോഷിച്ച് നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാരി സെലക്ട് ചെയ്തിട്ട് അവരെ അണിയിച്ച് ഒരുക്കും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇവരെന്ന് വെച്ചാൽ മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല മണവാട്ടികളായി അണിഞ്ഞൊരുങ്ങുമ്പോൾ മുസ്ലിംസിനേക്കാളും ഒന്നും കൂടി ഭംഗിയായിരിക്കില്ല ഈ ഹിന്ദുസ് മണവാട്ടികൾ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും കല്യാണം കാണാനൊക്കെ പോരി നവംബർ 30 കേട്ടോ, മേലെ കൊടക്കാട് അവിടെ. എന്തൊക്കെ തന്നെയാലും അങ്ങനെ പെൺകുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് സെറ്റാക്കി എല്ലാ മണവാട്ടികളും ജസ്റ്റ് ഒന്ന് വെച്ച്, ബ്ലൗസൊന്നും ഓക്കെ അല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു സെറ്റാക്കി കൊടുത്തിട്ടുള്ളൂ. അത് പിന്നെ ഒന്ന് ഡ്രസ്സ് ടൈലർ ഷോപ്പിൽ പോയിട്ട് കറക്റ്റ് ചെയ്തിട്ടാണല്ലോ അതൊക്കെ ചെയ്യലേ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു എടുക്കൽ മാത്രം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹിന്ദുസ് മണവാട്ടികള്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇവരൊക്കെ കല്യാണത്തിന് പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. മറ്റേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും കല്യാണത്തിന് പറ്റുന്നുണ്ടെങ്കിൽ വരിക. ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർക്കൊക്കെ നല്ല ജീവിതം ഉണ്ടാകട്ടെ. കാരണം ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതായിരിക്കും. അത് ഒരു തരി പൊന്നു പോലും, കാതിലൊരു കമ്മൽ പോലും ഇല്ലാത്തവരാണ് പലരും എന്നാണ് തങ്ങളിപ്പോൾ പറഞ്ഞിരുന്നത്. ഒരു സ്വർണത്തിനൊരു കമ്മൽ വാങ്ങാൻ വകയില്ലാത്ത കുട്ടികളായിരിക്കും ഇത്.
എന്തായാലും പടച്ച റബ്ബ് അവരുടെയൊക്കെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പാവപ്പെട്ട എത്തിയ ആളുകളുണ്ട് ഇതിൽ. പാവപ്പെട്ട ഇവരുടെ ഫാദറിന് തീരെ കഴിവില്ലാത്ത സുഖമില്ലാത്ത കിടപ്പിലായവർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ സീലും വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ. എന്താ പേര്? ദീപ. എവിടെ വീട്? പല്ലശ്ശന, പാലക്കാട്. എൻ്റെ പേര് ദീപ. എൻ്റെ സ്ഥലം പല്ലശ്ശന, പാലക്കാടാണ്. ഈ വരുന്ന നവംബർ 30-ന് മേലേക്കോടക്കാട് കല്യാണമാണ്. തങ്ങളുപ്പാൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. നിങ്ങളെ ക്ഷണിക്കുന്നു കല്യാണത്തിന്. എന്താ പേര്? രചിത. വീട് എവിടെ? കോട്ടയക്കാട്. വിജിഷ, പാലക്കാട്. ദീപ, പുതുനഗർ. സ്നേഹ, കോങ്ങാട്. ഗോപിക, കോങ്ങാട്. എല്ലാവർക്കും സാരിയൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ കളർ ചേഞ്ച് സാരി ഉള്ളത് അപ്പം തന്നെ നമുക്ക് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നവംബർ 30-ന് ഞങ്ങളുടെ കല്യാണം നൂറെ ഹബീബ് തങ്ങളുടെ നേതൃത്വത്തിൽ മേലേക്കോടക്കാട് വെച്ച് നടക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നു. എല്ലാ മക്കളും സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരെയും ക്ഷണിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ തങ്ങളിപ്പോൾ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ നിങ്ങളൊന്നും തരണ്ട, ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ അവിടുന്ന് കഴിച്ചു പോയാൽ മതി എന്നാണ്. അപ്പോൾ എന്നാൽ ശരി മക്കളെ.